ഹായ്! അങ്ങനെ വീണ്ടും റേഷൻ കാർഡ് മാസ്റ്ററിംഗ് എത്തിയിരിക്കുകയാണ്. ഇത്തവണ റേഷൻ കടകളിൽ പോകാതെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ച് സ്വയം മാസ്റ്ററിംഗ് ചെയ്യാം. കുടുംബാംഗങ്ങൾക്കും കൂടെയുള്ളവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അതായത് പൊതുവിഭാഗത്തിന് താഴെയുള്ള ആൾക്കാർ. ഉടൻ തന്നെ പൊതുവിഭാഗത്തിലുള്ളവർക്കും തുടങ്ങും. അവർക്കും ഈ മൊബൈൽ ആപ്പ് വഴി മൊബൈലിലൂടെ ഈ മാസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. മാസ്റ്ററിംഗ് ചെയ്യുക എന്ന് പറയുന്നത് KYC ചെയ്യുന്നതിനാണ്. റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ഓരോ അംഗങ്ങളും ഇത് മാറി മാറി ചെയ്യേണ്ടതാണ്. നമ്മുടെ മൊബൈലിലുള്ള 2 ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് KYC അല്ലെങ്കിൽ മാസ്റ്ററിംഗ് ചെയ്യേണ്ടത്. അത് ആദ്യം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്. അതിന് ആദ്യം നമ്മുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ആദ്യം ആധാർ ഫേസ് RD എന്ന് ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ചെയ്യുക. അന്നേരം ആധാർ ഫേസ് RD എന്നൊരു ആപ്ലിക്കേഷൻ വരും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നേരത്തെ ഞാനിത് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും പ്ലേ സ്റ്റോറിലെ സെർച്ച് ബാറിൽ മേരാ KYC എന്ന് ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ചെയ്യുക. അന്നേരം റേഷൻ കാർഡിൻ്റെ KYC ചെയ്യേണ്ട മേരാ KYC എന്ന ഒരു ആപ്ലിക്കേഷൻ വരും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾറെഡി ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളും അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. വ്യാജ ആപ്പുകൾ, ഫേക്ക് ആപ്പുകളും ഒരുപാടുള്ളതിനാൽ ശ്രദ്ധിച്ച് നോക്കി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിൽ KYC മാത്രമേ നമ്മുടെ മൊബൈലിൽ വിസിബിളായിട്ട് കാണുകയുള്ളൂ. ആധാർ RD ഫേസ് ഹൈഡായിട്ടായിരിക്കും ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേണ്ട അലോസ് നൽകിയാൽ മതിയാവും. എപ്പോൾ ആധാർ ഫേസ് IDയുടെ ആവശ്യം വരുന്നോ അന്നേരം അത് ഓട്ടോമാറ്റിക്കലി ഓപ്പണായി വരുന്നതായിരിക്കും. അതുപയോഗിച്ച് നമുക്ക് KYC ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് KYC ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത മേരാ KYC എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പണായി വരുന്ന ആദ്യ പേജിൽ ആദ്യ ഓപ്ഷനായി സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് നൽകുക. ശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകണം. റേഷൻ കാർഡിൽപ്പെട്ട ഏത് അംഗത്തിൻ്റെ മാസ്റ്ററിംഗ് ആണോ ചെയ്യേണ്ടത് ആ അംഗത്തിൻ്റെ ആധാർ നമ്പർ വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാൻ. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന കണ്ണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകിയ ആധാർ നമ്പർ ശരിയാണോ ഇല്ലയോ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം ജനറേറ്റ് OTP നൽകുക. ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലോട്ട് അന്നേരം ഒരു OTP വരുന്നതായിരിക്കും. ആധാറിനകത്ത് മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. നമ്മുടെ മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് OTP വന്നിട്ടുണ്ടാവും. ടെക്സ്റ്റ് മെസ്സേജിലാണ് OTP വരുന്നത്. OTP വരാൻ ലേറ്റായാൽ വെയിറ്റ് ചെയ്യുക. ടെക്സ്റ്റ് മെസ്സേജിൽ OTP വന്നു കഴിഞ്ഞാൽ അതെടുത്ത് OTP നൽകേണ്ട കോളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച അതുപോലെ ടൈപ്പ് ചെയ്ത് നൽകുക. വലിയക്ഷരമാണോ ചെറിയക്ഷരമാണോ അക്കങ്ങളാണോ അക്ഷരങ്ങളാണോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്, അല്ലാതെ ഏറ്റക്കുറച്ചുകളല്ല. ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ റേഷൻ കാർഡിലുള്ള ഡീറ്റെയിൽ സഹിതം ഒരു പേജ് വരും. ആ പേജിൻ്റെ താഴെയായി ഫേസ് KYC എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യണം. ആധാർ വെച്ച് ചെയ്യുന്നതിനാൽ റേഷൻ കാർഡിലെയും ആധാറിലെയും ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. ഫേസിൻ്റെ ഫോട്ടോ എടുത്താണ് നമ്മൾ KYC ചെയ്യുന്നത്. ഫേസ് KYC കൊടുത്തു കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരും. ആധാർ ഉപയോഗിക്കാവോ എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നൽകുക, അതായത് ഉപയോഗിക്കാനുള്ള സമ്മതം നൽകുക. നേരത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എന്തെങ്കിലും അലോ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിവിടെ ചോദിക്കും, അത് നൽകുക. എന്നാലേ ആധാർ ഫേസ് ID ഓപ്പണായി വരികയുള്ളൂ. ആദ്യം ചിലപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഒരു റെഡ് കളറുള്ള റൗണ്ടിലായിരിക്കും ക്യാമറ ഓപ്പണായി വരുന്നത്. ചെയ്യുന്ന വ്യക്തിക്ക് സെൽഫിയായിട്ട് ഫോട്ടോ എടുക്കാം, അതിനാണ് അങ്ങനെ വരുന്നത്. അതല്ല മറ്റുള്ള ഒരു വ്യക്തിയുടെ ആണ് എടുക്കേണ്ടതെങ്കിൽ
ബാക്ക് ക്യാമറ കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ ആ ഫോണിൻ്റെ താഴെ തന്നെ കാണും. അത് ക്ലിക്ക് ചെയ്ത് നൽകിയാൽ ബാക്ക് ക്യാമറ ഓപ്പണായി വരും. ഫോട്ടോ എടുക്കേണ്ട വ്യക്തിയുടെ ഫേസ് ഈ റൗണ്ടിൽ വരുന്ന രീതിയിൽ വ്യക്തമായി പിടിക്കുക. അങ്ങനെ വ്യക്തമായി പിടിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഫേസ് ആ റൗണ്ടിനുള്ളിൽ വന്നു കഴിയുമ്പോൾ റെഡ് കളർ മാറി അവിടെ ഗ്രീൻ കളർ തെളിയും. അന്നേരം നമ്മുടെ കണ്ണൊന്ന് ചിമ്മുകയോ തലയൊന്ന് ആട്ടിക്കുകയോ ചെയ്യുക. പ്രതിമയല്ല, ഫോട്ടോ അല്ല എന്ന് ആ ആപ്ലിക്കേഷൻ മനസ്സിലാക്കണം. ലൈവ് ഫോട്ടോ ആണ് ഇവിടെ എടുക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോട്ടോ ഈ ആപ്ലിക്കേഷൻ ക്യാപ്ചർ ചെയ്യും. അതോടെ ഈ KFC പൂർത്തിയാവും. ഓക്കെ ആയി കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരും, ഈ KFC സ്റ്റാറ്റസ്, ഈ KFC രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. അത് ചെയ്ത ഡേറ്റും സമയവും എല്ലാം തെളിഞ്ഞു വരും. അതിനുശേഷം ബാക്കിലേക്ക് പിന്നെയും പോകും. പിന്നെ നമുക്ക് റേഷൻ കാർഡിലുള്ള മറ്റ് അംഗങ്ങളുടെ ചെയ്യാത്ത മാസ്റ്ററിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. റേഷൻ കടകളിൽ പോയി മാസ്റ്ററിങ് ചെയ്തിട്ട് പരാജയപ്പെട്ടവരും ശരിയാകാത്തവരും കുട്ടികളും ഇതുവരെ മാസ്റ്ററിങ് ചെയ്യാത്തവരും ഇനി മുന്നോട്ട് വരാൻ പോകുന്ന പൊതുവിഭാഗത്തിൽപ്പെടുന്നവർക്കുമെല്ലാം ഇങ്ങനെ മാസ്റ്ററിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ നമ്മുടെ ഈ KFC മാസ്റ്ററിങ് ഓക്കെ ആയിരിക്കുകയാണ്. ഇനി ഇത് ചെയ്തത് ശരിയായോ, അതുകൂടാതെ റേഷൻ കടകളിലും മറ്റും പോയി ചെയ്തത് ശരിയായിട്ടുണ്ടോ, ഇനിയും ചെയ്യണോ എന്ന് അറിയുന്നതിനൊരു മാർഗമുണ്ട്. നമ്മുടെ മൊബൈലിലുള്ള സെർച്ച് ബാറിൽ AEPS എന്ന് ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ചെയ്യുക. അന്നേരം ഓരോ സ്റ്റേറ്റിലെയും റേഷൻ കാർഡിൻ്റെ ഒരു സൈറ്റ് വരും. അതിൽ AEPS കേരള എന്ന് കാണുന്ന സൈറ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അന്നേരം കേരളയുടെ AEPS എന്നൊരു സൈറ്റ് ഓപ്പണായി വരും. അതിൽ നമ്മുടെ ആവശ്യാനുസരണം സൂം ചെയ്ത് വെച്ചതിന് ശേഷം ബെനിഫിഷ്യറി ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഒരു പേജ് വരും. ആ പേജിൽ ആദ്യം ഏതെങ്കിലും ഒരു മാസം സെലക്ട് ചെയ്ത് നൽകുക. ഏറ്റവും ലേറ്റസ്റ്റ് മാസം നൽകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം വർഷം കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് വർഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മുടെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്ന നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും അതിനകത്ത് വരും. അത് നമ്മുടെ സൗകര്യാർത്ഥം സൂം ചെയ്ത് വെച്ച് അതിൻ്റെ ലാസ്റ്റിൽ ഒന്ന് നോക്കുക. KFC എന്നൊരു പോർഷൻ കാണും. അവിടെ KFC ചെയ്തവരുടെ എല്ലാം ഭാഗത്ത് ഡൺ എന്ന് കാണും. നോട്ട് ഡൺ എന്ന് കാണുന്നിടത്ത് ആൾക്കാരാരാണോ അവർ വീണ്ടും KFC ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ 1-2 ദിവസം എടുക്കും ആയി വരാൻ. 1-2 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുക. എന്നിട്ടായിട്ടില്ലെങ്കിൽ വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടും ആയില്ലെങ്കിൽ ആധാർ കാർഡോ റേഷൻ കാർഡോ ചെക്ക് ചെയ്യുക. 1-2 പ്രാവശ്യം ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ റേഷൻ കടയുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. KFC മാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മുടെ വീഡിയോ 1-2 പ്രാവശ്യം കാണുക. അതിനുശേഷം KFC ചെയ്യാൻ ശ്രമിക്കുക. റേഷൻ കാർഡിൽപ്പെട്ട അംഗങ്ങളുടെ മാസ്റ്ററിങ് പൂർത്തിയാകാത്തതോ ചെയ്യാത്തതോ ആയ വ്യക്തികളുടെ ആധാർ ഉപയോഗിച്ച് വേണം KFC ചെയ്യാൻ. അവരുടെ എല്ലാം ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സേവന കേന്ദ്രങ്ങളിൽ പോയി ചെയ്യേണ്ടതായിട്ട് വരും. റേഷൻ കടകളിൽ പോയാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഫേസിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫേസ് 90% വ്യക്തമായിരിക്കണം. ഫേസ് മാത്രമായിരിക്കണം ഫോട്ടോ എടുക്കേണ്ട ഭാഗത്ത് വരേണ്ടത്. കണ്ണാടി ഉപയോഗിക്കുകയോ ഷാള് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഫേസ് വ്യക്തമായിരിക്കണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ KFC ചെയ്യുന്ന കാര്യത്തിന് തീരുമാനമായിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് അവരവരുടെ റേഷൻ ഷോപ്പുകളിൽ ആ വിവരം അറിയിക്കുകയും ആ വിവരം റേഷൻ കടക്കാർ നോട്ട് ചെയ്ത് സർക്കാരിലേക്ക് അറിയിക്കുകയും ചെയ്യും. പിന്നീട് അതിന് തീരുമാനം ഉണ്ടാകും. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ KFC ചെയ്യുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാതെ വരികയോ KFC സക്സസ് ആകാതെ വരികയോ എന്തെങ്കിലും തരത്തിലുള്ള എറർ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓർക്കുക, അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം KFC ചെയ്യുക. അതുമാത്രമല്ല, ആരുടെ KFC ചെയ്യാൻ ശ്രമിച്ചാലും എന്തെങ്കിലും തരത്തിലുള്ള എററുകൾ വരികയോ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കുകയോ KFC സക്സസ് ആകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അവരുടെ റേഷൻ കാർഡിലുള്ള ഡീറ്റെയിലും
ആധാർ കാർഡിലുള്ള ഡീറ്റെയിലും ഒരുപോലെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് അതുപോലുള്ള കാര്യങ്ങൾ രണ്ടിലും ഒരുപോലെ ആയിരിക്കണം. പിന്നെ സൈറ്റിൻ്റെ തിരക്കുകൾ കാരണം എറർ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ 1-2 പ്രാവശ്യം ചെയ്തു നോക്കുക. രാത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ ചെയ്തു നോക്കുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാസികളുടെ കാര്യത്തിന് തീരുമാനമായിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന, അതായത് പൊതുവിഭാഗത്തിന് താഴെ പെടുന്ന ആൾക്കാരുടെ ചിലരുടെ KYC ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആകണമെന്നില്ല. അങ്ങനെ KYC ചെയ്യാനോ മുൻഗണനാ വിഭാഗത്തിലെ കാർഡ് കൈവശം വെക്കാനോ അർഹതയില്ലാത്ത ചിലരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാരിൻ്റെ പെൻഷൻ പറ്റുന്നവർ, എന്നാൽ ചില പെൻഷൻകാരെ ഒഴിവാക്കിയിട്ടുണ്ട്. 4 ചക്ര വാഹനം കയ്യിലുള്ളവർ, എന്നാൽ ഉപജീവന മാർഗത്തിന് ടാക്സി ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ട്. 1 ഏക്കറിന് മേളിൽ സ്ഥലമുള്ളവർ, 25,000-ന് മേളിൽ സാലറി വാങ്ങുന്നവർ, പ്രവാസികൾ, 1000 ചതുരശ്രടിക്ക് മേളിൽ വീടുള്ളവർ, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം മുൻഗണന വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ KYC ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല. അതുമല്ല, മുൻഗണന കാർഡ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശിക്ഷയും കുറ്റകരവുമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.